ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. നല്ല നാളുകളാവട്ടെ ഇനി അങ്ങോട്ട് എന്ന് ആശംസിക്കുകയാണ്. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരുമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ വന്നത്. അതെ, അതാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു വാർത്ത. മമ്മൂട്ടി അമൽ നീരദ് ചിത്രം വരാൻ പോകുന്നു. മമ്മൂട്ടിയും അമൽ നീരദും ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവിടെ കാണാൻ കഴിയും. ബിഗ് ബി എന്ന ചിത്രം പരാജയമാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഐക്കോണിക് മൂവിയായി തന്നെ മാറുന്നു. പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് സിനിമകൾ വരുന്നു. അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അത് തുടരുകയും ചെയ്തു. ഇന്നും ബിഗ് ബിയുടെ ആ ഒരു പ്രസൻസ് അത് ഇന്ന് ആളുകൾ ഏറെ ഏറ്റെടുക്കുന്നതാണ്. അതിൻ്റെ രണ്ടാം പാർട്ട് ബിലാൽ വരുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് മുകളിലാകുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ. ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ ആ ഒരു അനൗൺസ്മെൻറ്റ് അമൽ നീരദ് തന്നെ പറയുകയുണ്ടായി, ബിലാൽ ഉണ്ടാകും ഈ വർഷം അവസാനത്തോടു കൂടി. അതിന് മുന്നോടിയായി ദുൽഖറും മമ്മൂട്ടിയും അമൽ നീരദും ഒരുമിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇന്നലെ വന്ന അപ്ഡേറ്റ്. അത് തന്നെയാണ്, അവർ ഒരുമിക്കുകയാണ്. വേഫെയറർ ഫിലിംസും അതേപോലെ തന്നെ ചാക്കോച്ചൻ്റെ സിനിമയും കൂടെ ചേർന്നിട്ട് ചേരുകയാണ്. മമ്മൂട്ടിയോടൊപ്പം ചാക്കോച്ചനും പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമായിരിക്കും അത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ അപ്ഡേറ്റുകൾ. മമ്മൂട്ടി അമൽ നീരദ് കൂട്ടുകെട്ടിൽ വരുമ്പോൾ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിലും വേഫെയറർ ഫിലിംസിൻ്റെ ബാനറിലും ആ ചിത്രം ഒരുങ്ങുമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം രസകരമായിട്ടായിരിക്കാം പോകുന്നതെന്നാൽ മമ്മൂട്ടിയുടെ സ്റ്റൈലും സ്വാഗും അഭിനയം എല്ലാം നല്ല ലെവലിൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ കാലത്തെ ഏക സംവിധായകനാണ് അമൽ നീരദ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാറുണ്ട് അമൽ നീരദ് എന്നറിയാം. ഇവിടെ നമ്മൾ അത് തന്നെയാണ് വീണ്ടും പ്രതീക്ഷിക്കുന്നത്. ഒന്നല്ല 2 സിനിമകൾ വരുമ്പോൾ, ഒന്ന് ബിലാൽ, അത് പയ്യെ വന്നോളും. അതായത് ഈ വർഷം അവസാനത്തോടെ ഷൂട്ട് തുടങ്ങുമെന്നാണ്. മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി മറ്റൊരു സിനിമയിലേക്കും പോകുന്നില്ല, അമൽ നീരദ് സിനിമയിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. അതിനിടയിൽ 3ഓളം ചിത്രങ്ങൾ പറഞ്ഞുവെങ്കിൽ അതൊന്നും ആണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ. എന്തായാലും ബിഗ് ബി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാകും, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഈ ഒരു വിഷുദിനത്തിൽ നമുക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം മമ്മൂട്ടി എന്ന നടൻ മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കാണണമെങ്കിൽ വേറെ ആരുമില്ല, അത് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നടക്കുള്ളൂ എന്ന് നമുക്കറിയാം. വേറെ ആര് വന്നു കഴിഞ്ഞാലും വെറുതെ കോമഡി പീസായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം ഇങ്ങനെയുള്ള സ്റ്റൈലിഷ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ആളില്ലാതായിപ്പോയി മലയാള ഫിലിം ഇൻഡസ്ട്രി. ഒരു പക്ഷേ സൗത്ത് ഇന്ത്യൻ ഫിലിം എടുത്ത് നോക്കിയാലും ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കിയാലും ഇത്രത്തോളം സ്റ്റൈലിഷായിട്ട് ആരും ഇല്ലെങ്കിലും ചിലരൊക്കെ ഉണ്ട് മാസമായിട്ട് ചെയ്യാൻ ഒക്കെയുള്ള സംഭവങ്ങളായിട്ട്. എന്തായാലും ഈ 74കാരൻ തന്നെ വേണം ഇന്നും യൂത്ത് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ. അതാണ് മലയാള സിനിമയുടെ ദാരിദ്ര്യം. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ വേറെ ആരും ഇതിനു മുമ്പോ ശേഷമോ പിറന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ബിഗ് ബി ഉടൻ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ ചാക്കോച്ചനും മമ്മൂക്കയും അതേപോലെ തന്നെ ദുൽഖറും ചേരുന്ന സിനിമ വരുന്നു. അമൽ നീരദിലൂടെ തന്നെ ആ ഒരു സിനിമ വീണ്ടും വരുമ്പോൾ അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ആളിക്കത്തിക്കുന്നതായിരിക്കും. തള്ളുകളില്ലാത്ത വമ്പൻ സംഭവമാകാൻ പോകുന്ന ചിത്രമായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.